ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ്, ടോട്ടൽ ലോസ്, RC ഇഷ്യൂസ് ഉള്ള വാഹനങ്ങൾ വാങ്ങാറില്ല, വിൽക്കാറില്ല. അത് 100% ഗ്യാരണ്ടി. അതേപോലെ പിന്നെ കിലോമീറ്ററിലൊക്കെ നമ്മൾക്ക് കറക്റ്റ് 100% വാറണ്ടി കൊടുക്കാൻ പറ്റും. പകുതിമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചാണ് നമുക്ക് ഇതൊക്കെ ഫുൾ ഓൺ തന്നെ. നമ്മുടെ മാനൂസിന്റെ മൂന്നാമത്തെ ഒരു പാർട്ടാണ് ഇതിൽ. ശരിക്കും നമ്മൾ കറക്റ്റ് M2 Luxന്റെ വാഹനങ്ങൾ ഇതിലാണ് വരുന്നത്. അതിൽ അത്യാവശ്യം നമുക്ക് പ്രീമിയം സെഗ്മെന്റുകൾ ഉണ്ട്. നല്ലൊരു ലോഞ്ച് ഏരിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാനുക, നമ്മള് മാക്സിമം നമ്മള് പിന്നെ പെരുന്നാൾ ഓഫറായി ഓണം ഓഫറായി ലോഞ്ചിങ് ഓഫറായിട്ട് നമ്മൾ കുറെ വാഹനങ്ങൾക്ക് വിലകൾ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ അത്യാവശ്യം നല്ല വില കുറച്ചിട്ടുള്ള പ്രൈസ് ആണ്. അപ്പൊ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള സ്പെഷ്യൽ ഓഫറുകളാണ്. അത് നിങ്ങൾ മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതിൽ ഫുൾ ഓൺ വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ലൊക്കേഷന് ഒന്ന് പറഞ്ഞാൽ മാനിക്ക. മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പ്ര, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ പാലക്കാട് ഭാഗത്തേക്കും മഞ്ചേരി മലപ്പുറം ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ജംഗ്ഷനിലെത്തും. ഓക്കെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഗൂഗിളിൽ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ മാനിക്ക, പിന്നെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് നമ്മളെ വാറണ്ടി കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഒന്നുകൂടെ നമുക്ക് അറിയാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേണ്ടി അതായത് നമ്മൾ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ആക്സിഡന്റ്, ഫ്ലഡ് എഫക്റ്റഡ്, ടോട്ടൽ ലോസ്, RC ഇഷ്യൂസ് ഉള്ള വാഹനങ്ങൾ വാങ്ങാറില്ല, വിൽക്കാറില്ല. അത് 100% ഗ്യാരണ്ടി. അതേപോലെ പിന്നെ കിലോമീറ്ററിലൊക്കെ നമ്മൾക്ക് കറക്റ്റ് 100% വാറണ്ടി കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത്രയും ചെക്ക് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വാഹനങ്ങൾ ഇവിടെ കയറുന്നത്. അപ്പോൾ 3 ലക്ഷം രൂപ മുതൽ 1 CR വരെയുള്ള വാഹനങ്ങളാണ് നമുക്കിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊക്കെ പുറമെ നമുക്ക് നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന EV വെഹിക്കിൾസിന്റെ ഒരു കളക്ഷൻ നമുക്കിവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്കൊരു BM എന്ന് തുടങ്ങാലോ മാനുക. ഫസ്റ്റ് തന്നെ നമുക്കൊരു X5 എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടുത്തെ വാഹനങ്ങൾ നമുക്ക് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ഇല്ല. പുറത്തൊക്കെ പല വാഹന ഷോറൂം നോക്കുമ്പോൾ അതർ സ്റ്റേറ്റ് വെഹിക്കിൾസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒള്ളി കേരള വാഹനങ്ങൾ മാത്രം. മാർക്ക് എങ്ങനെയായിരുന്നു X5 ഡീറ്റെയിൽസ്? 55,000 കിലോമീറ്റർ ഓടിയത് 2021. നമുക്ക് ഇതൊക്കെ ലോ കിലോമീറ്റർ, അത്രയും നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനങ്ങളാണ്. അത്രയും നമുക്ക് പക്ക ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനങ്ങളാണ് നമുക്ക് ഉള്ള വാഹനങ്ങളാണ്. അപ്പൊ BMന്റെ X5 ടയേഴ്സ് കാര്യങ്ങളെല്ലാം നോക്കി പക്കായിട്ടുള്ള വണ്ടിയാണ്. ഒറിജിനൽ കേരള വാഹനമാണ്. ഇതൊക്കെ നോക്കി വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം X5. മാനുക്ക, ഇത് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? ഇത് നമുക്കൊരു 78 ലക്ഷം രൂപ. 78 ലക്ഷം രൂപ. ഇതിന്റെ ഫ്രഷിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാവുള്ളൂ. 140. അപ്പൊ നേർ പകുതിമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചാണ് നമുക്ക് ഇതൊക്കെ ഫുൾ ഓൺ തന്നെ കൊണ്ടുപോകും. അടുത്താണ് ഒരു റേഞ്ച് റോവർ ഇവോക്ക് അല്ലേ? അതെ, ഇത് 2021 ആണ്. ഇത് 75,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. അതൊക്കെ നോക്കി നിങ്ങൾ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും മെയിൻറ്റെയിൻ ചെയ്ത വാഹനങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. A to Z എല്ലാ സർവീസൊക്കെ ഉള്ള ഒരു വാഹനമാണ്. മാനുക, ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് 2021 റേഞ്ച് റോവർ ഇവോക്ക്. നല്ല ഫാൻസി നമ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. എല്ലാം ഇത് നമുക്ക് ഒരു 48 ലക്ഷം രൂപ കൊടുക്കാം. 48 ലക്ഷം രൂപ. ആണ്. നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും. അതേപോലെ പ്രൈസും നമുക്ക് ചെറിയ വ്യത്യാസങ്ങൾ ചെയ്യാം. ഇതൊന്നും ഫൈനൽ പ്രൈസ് അല്ല. അപ്പൊ ആ ഒരു പ്രീമിയം വാഹനങ്ങൾ അങ്ങനെ അന്വേഷിച്ചത് ലോ കിലോമീറ്റർ ഒക്കെ ഉള്ള നല്ല ഒറിജിനൽ കേരള വാഹനം അല്ല. അടുത്ത നമുക്കൊരു X1 വരുന്നുണ്ട് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? കാര്യം 2019 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. X1 ആണ്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. ഇത് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 22 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ ചെറിയൊരു നമുക്കൊരു SUV ടൈപ്പ് വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് ആ ഒരു പ്രൈസ് നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ ആണ്. അത് നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത നമുക്കൊരു Audi Q3 വരുന്നുണ്ട്. അതെ, ഇതും അതേപോലെ തന്നെ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇത് 2017 ആണ്. Q3 വണ്ടിയാണ്. സോറി, 2016 ആണ്. ഇത് ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ല. നല്ല ഡോക്ടർ ഓണർ ആണ്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ് തന്നെ 16 ലക്ഷം രൂപക്ക് ഇതും കൊടുക്കാൻ പറ്റുന്നു. അപ്പൊ അത് ഒന്നുകൂടെ ബഡ്ജറ്റാണ് വണ്ടി വരുന്നത്. അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നല്ല പ്രീമിയം വെഹിക്കിൾസും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല കിടിലൻ വാഹനങ്ങൾ നമുക്കുണ്ട്. എല്ലാം നമുക്ക് വന്നു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊരു ലെജൻഡർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈലക്സും ഉണ്ട്. നമുക്ക് നേരത്തെ പാർട്ടിൽ നമ്മൾ ഫോർച്യൂണർ ഒത്തിരി നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു സെഗ്മെന്റിൽ ലെജൻഡർ ഇതെങ്ങനെയായിരുന്നു മാനക്ക ഡീറ്റെയിൽസ്? 2022. ഇത് 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് 1.12 ഓടിയിട്ടുണ്ട്. 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. ഡോൾ ടൂൺ ഒക്കെ ഒറിജിനൽ ആയിട്ട് വരുന്ന ഒരു വണ്ടിയാണ്. A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള സർവീസ് എല്ലാം ഉള്ള ഒരു വാഹനമാണ് അല്ലെ? മാനക്കായിട്ട് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 43 ലക്ഷത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റും. 43 ലാഖ് ആണ് ഫൈനൽ റേറ്റ് ആണ് വരുന്നത്. അതെ. അതേപോലെ നമുക്ക് ഹൈലക്സ് ഒക്കെ നോക്കി നടക്കുന്നത് ഇതുവരെ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല. നമ്പർ ആക്കാം. ഫാൻസി നമ്പർ നമുക്ക് ഫാൻസി നമ്പർ എടുക്കാനേ പറ്റുള്ളൂ. ഓക്കെ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? പുതിയ വണ്ടിയാണ്. രജിസ്റ്റർ മോഡൽ വരുമ്പോൾ 2024 RC ഉണ്ടാവുള്ളൂ. ഓക്കെ. നിലവിൽ നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല.
നമുക്ക് ഇഷ്ടമുള്ള ഫാൻസി നമ്പറൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് വളരെ അത്യാവശ്യം നമുക്ക് നല്ല ലക്ഷങ്ങളുടെ അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊരു വണ്ടി കൂടിയാണ് അല്ലേ. ഇത് കിലോമീറ്റർ നിലവിൽ കിലോമീറ്റർ 9,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടിയാണ്. നമുക്ക് ഇതുവരെ നമ്പർ ഒന്നും ആക്കിയിട്ടില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് ഒരു 34,75,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ ഒരു പ്രൈസിന് കൊടുക്കാം. ഇതിന്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വില കൂടിയിട്ട് നമ്മൾ ചോദിച്ചില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനാഗുറേഷന് വേണ്ടി നമ്മൾ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചൊരു വാഹനം. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് കുറച്ചിട്ടുണ്ട്, മാക്സിമം ലോണും ചെയ്യാലോ. ഇങ്ങനെ നമുക്കൊരു BM ആണ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2016 ആണ്. ഇത് 35,000 കിലോമീറ്റർ ഉള്ളൂ X1. ലോ കിലോമീറ്റർ നമുക്ക് 21 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. കിലോമീറ്റർ കുറഞ്ഞ കാരണമാണ് ഇതിന് നമ്മൾ മാക്സിമം ഇത്. അപ്പോൾ അതാണ് നമുക്ക് ലോ കിലോമീറ്റർ ആണ്. ശരിക്കും നമുക്ക് പ്രീമിയം വെഹിക്കിൾസിന് ലോ കിലോമീറ്റർ ആണ് ഒന്നുകൂടി ഡിമാൻഡ് ഇല്ല. അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസ് നമുക്ക് സ്വന്തമാക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. ഇത് നമ്മൾ പറഞ്ഞ പോലെ അതാണോ ഇന്ന് നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന EV-കൾ ഏറ്റവും നല്ലൊരു കിട്ടുന്ന ഐറ്റാണ്. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, EV എന്ന് പറഞ്ഞാൽ ഈ വാഹനമാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇത് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ പക്ക ഹോട്ട് സെല്ലിംഗ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നമുക്ക് കിലോമീറ്റർ റേഞ്ച് അത്യാവശ്യം 400 സംതിങ് റേഞ്ചിൽ. അത് പ്രോ ആണ്, ഇത് വിൻസർ പ്രോ ആണ്, ഇത് വിൻസർ ആണ്. 350 കിട്ടുന്നുണ്ടാവും അല്ലേ. അതും ഫുൾ ബ്ലാക്കിലാണ്. അത്രയും നമുക്ക് ഫീച്ചറിസ്റ്റിക് ആണ് വാഹനം വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. നല്ലൊരു ഫാമിലിക്ക് നമുക്കൊരു വലിയൊരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് അത്രയും നമുക്ക് ഒരു സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെ പറയാം. അതേപോലെ തന്നെ നമുക്ക് MG പറയുന്ന ആ കറക്റ്റ് കിലോമീറ്റർ കാര്യങ്ങൾ റേഞ്ച് എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ്. അതിൽ നമുക്ക് ഇത് കിലോമീറ്റർ ഒക്കെ എത്രയായിരുന്നു മനക്ക വരുന്നത്? ഇത് കിലോമീറ്റർ 40,000 കിലോമീറ്റർ, ചെറിയ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നിലവിൽ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട്. അതും ഫുൾ ബ്ലാക്കിൽ തന്നെ വണ്ടിയാണ്. നമുക്കൊന്നും ചെയ്യിക്കാനൊന്നുമില്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 15,500 കൊടുക്കാൻ പറ്റും. 15,500 മാക്സിമം നമുക്ക് ലോണും ചെയ്യാം അല്ലേ. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നുണ്ടായിരുന്നു മാനുക്കാൻ്റെ അടുത്തുണ്ടായിരുന്ന മൂന്നാമത്തെ ഒരു പാർട്ടാണ്. അപ്പോൾ മൂന്ന് സെഗ്മെന്റുകളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല സെറ്റപ്പിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പിന്നെ കസ്റ്റമർ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. അത് ഒന്നുകൂടെ വിശാലമാക്കിയിട്ട് ഇപ്പോൾ ഒന്നുകൂടെ ചെയ്തിട്ടുണ്ട്. 1999 മുതൽ അല്ലേ മാനുക്ക ഈ ഒരു മേഖലയിലുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് മാനുസ് കാർ വേൾഡ് ഒത്തിരി നമുക്ക് പരിചയമുള്ളൊരു ഷോറൂമാണ്. അതിൻ്റെ ഒരു പുതിയൊരു സംരംഭമായിട്ടാണ് നമുക്ക് M2 Lex എന്നുള്ള രൂപത്തിൽ ചെയ്തത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ സെയിം തന്നെയാണ്. പഴയ ഷോറൂമിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അതേപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്ലേ ഏരിയ കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. മാനുക നമ്മൾ ലൊക്കേഷൻ കൂടെ പറഞ്ഞാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ വെള്ളാമ്പ്ര കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ, മലപ്പുറം മഞ്ചേരി ഭാഗത്ത് നിന്ന് കോഴിക്കോട് 10 കിലോമീറ്റർ സഞ്ചരിച്ച മാനുസ് കാർ വേൾഡ്. യെസ്, അപ്പോൾ അതാണ് മാക്സിമം പ്രൈസ് കുറച്ചിട്ടുള്ള റേറ്റുകളാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് മാനുക സൈനിങ് ഓഫ്.